നമസ്കാരം. അധർമ്മത്തിനെതിരെ ധർമ്മം നേടിയ മഹാവിജയം. കുരുക്ഷേത്ര യുദ്ധത്തിലെ പാണ്ഡവരുടെ വിജയത്തെ ഒറ്റവാക്യത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: 18 ദിവസമാണ് ആ മഹായുദ്ധം നീണ്ടുനിന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പാണ്ഡവരുടെ പാളയത്തിൽ വച്ച് ഒരു ചർച്ച നടക്കുന്നു. ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നതെങ്കിൽ ഭീഷ്മർ 20 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ദ്രോണർ 25 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നും കർണൻ 24 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നും യുധിഷ്ഠിരൻ പറയുന്നു. ഇത് കേട്ട അർജുനൻ, അങ്ങ് ഭയപ്പെടേണ്ട, ഞാൻ 1 ദിവസം കൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് യുധിഷ്ഠിരനോട് മറുപടി പറയുന്നു. എന്നാൽ 1 നിമിഷം കൊണ്ട് ആ മഹായുദ്ധം അവസാനിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു യോദ്ധാവ് അന്നുണ്ടായിരുന്നു. 9 കോടി രാക്ഷസന്മാരെ ഒറ്റ നിമിഷം കൊണ്ട് നിഗ്രഹിച്ച ഒരു മഹായോദ്ധാവ്. ഈ അവകാശവാദം കേട്ട് ഞെട്ടിയ അർജുനൻ ശ്രീകൃഷ്ണനോട് ഇത് വാസ്തവമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് വാസ്തവമാണ് എന്നാണ് പറയുന്നത്. ഇത് ആ യോദ്ധാവിൻ്റെ കഥയാണ്. അധികമാരും വാഴ്ത്തിപ്പാടാതെ പോയ ആ യോദ്ധാവിൻ്റെ കഥ. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമായി മാറുന്ന ബാർബാറികൻ്റെ കഥ. അധികമാരും വാഴ്ത്തപ്പെടാതെ പോയ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥ. ഭീമന്റെ പൗത്രനാണ് ബാർബാറികൻ. അതായത് ഭീമന്റെ പുത്രനായ ഘടോൽകജന്റെയും നാഗകന്യകയായ മൗർവിയുടെയും പുത്രനാണ് ബാർബാറികൻ. യുദ്ധതന്ത്രത്തിലും ആയോധന വിദ്യയിലും അഗ്രഗണ്യയായിരുന്നു മൗർവി. മൗർവിക്ക് അഹിലാവതി എന്നും പേരുണ്ട്. അമ്മയിൽ നിന്നാണ് യുദ്ധതന്ത്രങ്ങൾ ബാർബാറികൻ സ്വായത്തമാക്കുന്നത്. പൂർവ്വജന്മത്തിൽ ഒരു യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ ഗുണങ്ങൾ എല്ലാം കൊണ്ട് തന്നെ തികഞ്ഞ ഒരു പോരാളിയായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ശേഷം അഷ്ടദേവതകളെ അദ്ദേഹം തപസ് ചെയ്യുകയും ബാർബാറികന്റെ തപസ്സിൽ സംപ്രീതയായ അഷ്ടദേവതകൾ പ്രത്യക്ഷപ്പെട്ട് 3 ദിവ്യാസ്ത്രങ്ങൾ ബാർബാറികന് വരമായി നൽകുകയും ചെയ്തു. അതിൽ ആദ്യത്തെ അസ്ത്രം അത് തൊടുക്കുന്ന ആൾ ആരെയാണോ വധിക്കേണ്ടത് അല്ലെങ്കിൽ നശിപ്പിക്കേണ്ടത് എന്നതിനെ അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അസ്ത്രം രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വസ്തുക്കളെയും മനുഷ്യരെയും അടയാളപ്പെടുത്തും. മൂന്നാമത്തെ അസ്ത്രം ആദ്യത്തെ അസ്ത്രം അടയാളപ്പെടുത്തിയ വസ്തുക്കളെ നശിപ്പിക്കും. പ്രയോഗിച്ച ശേഷം ഈ അസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ബാർബാറികനെ തീൻബാൺ ധാരി എന്നും വിളിക്കുന്നു. പിന്നീടുള്ള തപസ്സിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു വില്ലും അദ്ദേഹത്തിന് വരമായി നൽകി. ഇതിനുശേഷം യുവാവായ ബാർബാറികൻ 3 ലോകങ്ങളിലും അജയ്യനായ യോദ്ധാവായി തീർന്നു. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോൾ ബാർബാറികന്റെ അമ്മ, ആരുടെ പക്ഷത്ത് നിന്നാണ് നീ യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. താൻ യുദ്ധം ചെയ്യുക ദുർബലരുടെ പക്ഷത്ത് നിന്നാണ് എന്നാണ് ബാർബാറികൻ പറഞ്ഞത്. യുദ്ധരംഗത്തേക്ക് പുറപ്പെടവേ ശ്രീകൃഷ്ണൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ ബാർബാറികന് മുന്നിൽ എത്തുന്നു. അദ്ദേഹം നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നും ചോദിക്കുന്നു. അമ്മയ്ക്ക് കൊടുത്ത പ്രതിജ്ഞ മൂലം താൻ ദുർബലരുടെ വശത്ത് നിൽക്കുമെന്നാണ് ബാർബാറികൻ പറഞ്ഞത്. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ അല്പം സങ്കീർണമാകുന്നത്. ഒറ്റനോട്ടത്തിൽ കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും കൗരവപക്ഷമാണ് കൂടുതൽ ശക്തർ. അതുകൊണ്ട് തന്നെ ബാർബാറികൻ പാണ്ഡവപക്ഷത്ത് നിൽക്കുമെന്നാണ് കരുതേണ്ടത്. എന്നാൽ ദിവ്യാസ്ത്രങ്ങളുള്ള ബാർബാറികൻ പാണ്ഡവപക്ഷത്ത് വന്നാൽ കൗരവപക്ഷം ദുർബലമാകും. ഇതോടെ ബാർബാറികന് കൗരവപക്ഷത്തേക്ക് മാറേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ പാണ്ഡവപക്ഷം വീണ്ടും ദുർബലമാകും. ചുരുക്കത്തിൽ ഇരുപക്ഷത്തു നിന്നും ബാർബാറികന് യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ യുദ്ധം അനന്തമായി നീണ്ടുപോകാനും ഒടുവിൽ ബാർബാറികൻ മാത്രമായി അവശേഷിക്കുവാനും ഇടയാകും. അങ്ങനെയാണെങ്കിൽ ധർമ്മപക്ഷമായ പാണ്ഡവർ ഒരിക്കലും വിജയിക്കില്ല. ഒടുവിൽ സ്വരൂപം സ്വീകരിച്ച ശ്രീകൃഷ്ണനെ കണ്ട് കൃഷ്ണഭക്തൻ കൂടിയായ ബാർബാറികൻ വണങ്ങുന്നു. മഹാവിഷ്ണു ദാനമായി ബാർബാറികന്റെ ശിരസ് ആവശ്യപ്പെടുന്നു. ബാർബാറികൻ സന്തോഷത്തോടെ അതിനനുവദിക്കുന്നു. എങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത ബാർബാറികനെ വധിക്കുവാൻ ശ്രീകൃഷ്ണൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ശക്തി കൊണ്ട് ബാർബാറികനെ വധിക്കാതെ തന്നെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ശിരസും ഉടലും വേർപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ മഹായുദ്ധം തനിക്ക് കാണണമെന്ന ഒരു കാര്യം മാത്രമാണ് ബാർബാറികൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ യുദ്ധം അരങ്ങേറിയതിനു സമീപത്തെ കുന്നിൽ ബാർബാറികന്റെ തല ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിക്കുന്നു. യുദ്ധവിജയത്തിന് ശേഷം പാണ്ഡവരോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഒരു യോദ്ധാവിൻ്റെ ത്യാഗമാണ് നിങ്ങളുടെ ഈ വിജയത്തിന് കാരണമെന്ന്. കാരണം ബാർബാറികൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എങ്കിൽ ഇരുപക്ഷവും നശിക്കുമായിരുന്നു. പിന്നീട് ബാർബാറികന്റെ ഉടലും ശരീരവും ശ്രീകൃഷ്ണൻ പഴയപടി യോജിപ്പിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ ബാർബാറികന്റെ തല പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്ന കുന്നിൽ ബാർബാറികന്റെ ക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. രാജസ്ഥാനിലെ ശേഖാവതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഖദു ശ്യാംജി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Attigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.